ഷാമെ CI KG പ്രതാപചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഷൈമോൾ, എറണാകുളം സ്വദേശിനി ഷൈമോളുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോകുന്ന സമയത്താണ്, സ്വാഭാവികമാണല്ലോ, ഭാര്യ അവിടെ എത്തും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബന്ധുക്കളെത്തും. പക്ഷെ ഒരു സ്ത്രീയോടാണ് അങ്ങനെ പെരുമാറിയിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാക്കി ഇടാത്ത ഒരാളായിരുന്നു അല്ലെങ്കിൽ കാക്കിയുടെ അധികാരമില്ലാത്ത ഒരാളായിരുന്നു ഒരു സ്ത്രീയോട്, ഗർഭിണിയായ കൈക്കുഞ്ഞുങ്ങളുമായി ചെന്ന ഒരു സ്ത്രീയോട് അങ്ങനെ ചെന്നിരുന്നെങ്കിൽ അയാൾ ജയിലിൽ കിടന്നേനെ. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നിട്ട് അവരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ പ്രതാപചന്ദ്രനെതിരെ നേരത്തെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ എറണാകുളത്ത് പാലത്തിൻ്റെ താഴെ ഇരുന്ന സ്വിഗ്ഗി വിതരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനെ മർദ്ദിച്ച ഉൾപ്പെടെയുള്ള കേസുകൾ, പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാളായി മാറിയത്? ഞങ്ങൾ ഒരിക്കൽ നമ്മുടെ ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്ത് തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ അദ്ദേഹം ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിനായിരുന്നു അദ്ദേഹം അന്ന് അവിടെ വന്നിരുന്നത്. ആ സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ വേറൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ പോയിരുന്നു. അന്ന് ഞാൻ തൃശ്ശൂർ റിപ്പോർട്ടറാണ്. അപ്പോൾ അക്കാദമിയിൽ പോയ സമയത്ത് ഇവർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കേട്ടൊരു വാചകമാണ്. അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ആ ക്ലാസ് എടുക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥരോട് പറയുന്ന ഒരു കാര്യം, ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ടാൽ ഈശ്വരൻ പോലും എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു വന്നു. ഗർഭിണിയായ സ്ത്രീയെ കാണുകയാണെങ്കിൽ ഈശ്വരൻ പോലും എഴുന്നേറ്റ് നിൽക്കും. ആ കാര്യം മനസ്സിൽ വെച്ച് കൊണ്ടുവേണം പരാതിയുമായോ അല്ലെങ്കിൽ പ്രതിഭാഗത്തോ പരാതിയുടെ ഭാഗത്തോ വരുന്ന ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളോട് നമ്മൾ സമീപിക്കേണ്ടത് ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ആവണം എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീയോടെ ആ രീതിയിൽ മാത്രമേ നമ്മൾ പരിഗണിക്കാം. അവർ പ്രതിയാണെങ്കിൽ പോലും അവരെ ആ രീതിയിൽ മാത്രമേ നമ്മൾ അവരോട് പെരുമാറാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല ക്ലാസ്സുകളും കഴിഞ്ഞാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമുക്കിടയിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ, ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുന്നതിന് വേണ്ടി, നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇവരൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചിലർ ഉണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്കൊന്നും അത് കൂടുതൽ നേരം കണ്ടിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാഴ്ചയാണ് ആ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച ആ ദൃശ്യം. അത് പുറത്തു വിടുമ്പോൾ തന്നെ പലർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു എന്താ പറയുക, ആരോഗ്യമായ കരുത്തുറ്റ ഒരാൾ, അയാളുടെ കൈ കൊണ്ട് ആ സ്ത്രീ, അതും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ മുഖത്ത് വളരെ ശക്തമായിട്ടുള്ള അടി. ആ ഒരു അടിയിൽ അവരുടെ ഒരു പക്ഷേ അവർക്ക് അവരുടെ കേൾവി ശക്തിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായേക്കുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് അതിന്റെ കുഞ്ഞിനെയും അറിയും. അയാളെ മർദ്ദിച്ചത് ഒരാളെ അല്ല, രണ്ടുപേരെയാണ് മർദ്ദിച്ചത്. ആ സ്ത്രീയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിന് ആ മർദ്ദനത്തിൽ അതിന്റെ ആഘാതം ഏറ്റിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ആഘാതം ആ കുഞ്ഞിന് കൂടി ഏൽക്കും. ഇത്തരം ക്രിമിനലുകളെ പിടിച്ച് വെളിയിൽ കളയണം. വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. ഇവരെന്തിനാണ് ഇങ്ങനെ വെച്ച് പുലർത്തുന്നത്? 2023 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് കാക്കനാട് സ്വദേശിയായിട്ടുള്ള റിനീഷിനെ ഇയാൾ മർദ്ദിക്കുന്നത്. റിനീഷ് എന്ന് പറയുന്നത് ഒരു മാൻ പവർ ഏജൻസിയിലെ ജീവനക്കാരനായിട്ടുള്ള റിനീഷ്. ഈ മാൻ പവർ ഏജൻസിയിലെ ജീവനക്കാരൻ എന്ന് പറയുന്നത് രാവിലെ തൊട്ടേ ഇറങ്ങിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലാളികളെ കണ്ടെത്തും. ആവശ്യമുള്ള ആളുകൾക്ക് ഈ തൊഴിലാളികളെ കണ്ടെത്തി വാഹനത്തിൽ കയറ്റി അവരെ ആവശ്യമുള്ള സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കും. അതായത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ വീട്ടിലെ ക്ലീൻ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന പോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിരിക്കും. ഈ കൊച്ചിയിലെ ജീവനക്കാരൊന്നും തന്നെ, തൊഴിലാളികളൊന്നും സ്ഥിരമായി ഒരിടത്ത് തന്നെ ജോലിക്ക് പോകുന്നവരല്ല. ഇവർ രാവിലെ തന്നെ ഇറങ്ങി വന്ന് നിൽക്കും. നമ്മൾ ഈ പെരുമ്പാവൂർ, ആലുവ, കടവന്ത്ര, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് രാവിലെ പോയാൽ കാണാൻ സാധിക്കും. രാവിലെ ഒരു 6 മണി മുതൽ തന്നെ ഇവരവിടെ ഇറങ്ങി നിൽക്കും. നമ്മുടെ മറ്റേ ആ പാളമുണ്ടല്ലോ, റെയിൽവേ പാളം, വാത്തുരുത്തി കോളനിയുടെ അവിടെ റെയിൽവേ പാളം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ആ പാളത്തിൽ വന്നിരിക്കും. അവിടെ ട്രെയിനൊന്നും പോകില്ലല്ലോ. അവിടെ വല്ലപ്പോഴും ഒക്കെയാണ് ആ ട്രെയിൻ പോകുന്നത്. അവരവിടെ തുണി വിരിക്കാനൊക്കെ അത് ഉപയോഗിക്കാറുള്ളത്, ആ റെയിൽ പാളം ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. വാത്തുരുത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ ആളുകളെ കണ്ടെത്തി, ഏജൻസിയുടെ ഭാഗമായിട്ട് ഇവരെ കണ്ടെത്തി നേരെ ഇവരെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാളാണ് ഈ റിനീഷ്. ആ ചെറുപ്പക്കാരൻ ഏപ്രിൽ 1-ാം തീയതി നോർത്ത് പാലത്തിന്റെ അടിയിൽ, അവിടെ തണലുണ്ടല്ലോ, അവിടെ ധാരാളം പേർ വന്നിരിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം ഒക്കെ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു ഒരാൾ ഈ പറയുന്ന പോലെ 2 വീലറിലൊക്കെ പോയി പലയിടത്തും ഇങ്ങനെയുള്ള എന്താ പറയാ കറങ്ങി നടന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. പല തരത്തിലുള്ള ജോലിയുണ്ട്. സ്വിഗ്ഗിയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ.
അപ്പോൾ ആ സമയത്ത് അവിടെ റെസ്റ്റ് എടുക്കാൻ അവരൊക്കെ വന്നിരുന്ന ഒരു ഊണ് മേടിച്ചാൽ രണ്ടുപേരാണ് പലപ്പോഴും കഴിക്കുന്നത്, ഷെയർ ചെയ്ത് കഴിക്കും. ഊണ് ഒരാൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറ് കിട്ടുമ്പോൾ രണ്ടുപേർ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും ചിലവ് കുറയുമല്ലോ. അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നോർത്ത് പാലം. അവിടെ അടിയിലിരുന്ന ഒരാളെ, ഇദ്ദേഹത്തിന് അന്ന് ഡാൻസ് ഓഫിന്റെ ജോലി കൂടി ഉണ്ടായിരുന്നു, ഡാൻസ് ഓഫിന്റെ ടീമിനകത്ത് കൂടി ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ പ്രതാപേന്ദ്രൻ, അപ്പൊ ഈ KG പ്രതാപേന്ദ്രന് ഇയാളെ കണ്ടപ്പോൾ ഇവനൊരു കുഴപ്പക്കാരനാണെന്ന് തോന്നുകയും ഈ മനുഷ്യനെ പിടിച്ചിട്ട് അടിക്കുകയും ചെയ്തു. ലാത്തി ഒടിഞ്ഞു പോയി എന്നാണ് യുവാവ് പറയുന്നത്. അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കാക്കനാട് വീടുള്ള നീ എന്തിനാണ് ഇവിടെ നോർത്ത് പാലത്തിന് അടി വന്നിരിക്കുന്നത്? തന്റെ ഇടയ്ക്ക് വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ? പിന്നെ അത് ചോദിക്കണം. ജഗതി ഒരു സമയത്തെ ഒരു ചിത്രത്തിൽ മറ്റേ പിന്നെ പാ വിരിച്ച് കിടക്കുമല്ലോ, പാ അല്ലാതെ പിന്നെ പരവധാനി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പോലെ ഇതിപ്പോ മറുപടി ആ രീതിയിലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണിത്? കുറെ ക്രിമിനൽ സംഘം ഇതിനകത്ത് കയറി പറ്റിയിരിക്കണം. നല്ല ഉദ്യോഗസ്ഥരുടെ പേര് കൂടി കളയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ, നല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, അവരൊക്കെ തന്നെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്നത്. ഒരു സമയത്ത് മാധ്യമപ്രവർത്തകരെയൊക്കെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മാധ്യമപ്രവർത്തകരുടെ കയ്യിരിപ്പ് മോശമായി വന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ തല്ല് കിട്ടിയെന്ന് പറഞ്ഞൊരു വാർത്ത ഇട്ടു, ഒരു 10 പേര് വന്ന സ്മൈൽ ഇമോജി. അങ്ങനെ തന്നെ ഇവന് 2 കിട്ടണ്ടേ, ഉമ്മാർക്ക് 2. ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകൻ നല്ലവനാണോ തെറ്റാണോ എന്ന് നോക്കുന്ന പോലും ഇല്ല ആൾക്കാർ. ബാക്കിയുള്ള ചിലർ ചെയ്തു വെച്ച പ്രവൃത്തി കൊണ്ട് നല്ല മാധ്യമപ്രവർത്തകരെ നാട്ടുകാർ തെറിയാണ് വിളിക്കുന്നത്. അതുപോലെയാണ് പോലീസിൽ. ഒരു പോലീസുകാരൻ 2 അടി കിട്ടി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം ഹൈ അടിച്ച് സന്തോഷിക്കും. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അന്ന് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചതിൽ ഉമാ തോമസ് അടക്കമുള്ളവർ മർദ്ദിച്ച ശേഷം ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ ചെന്ന ആ ഏജൻസിയുടെ ഉടമയോട് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇവന് കേസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവനെതിരെ കള്ളക്കേസിൽ കൊടുക്കും, ഞാൻ ഇവനെ അടിച്ചിട്ടുണ്ട്, സത്യമാണ്, പക്ഷേ ഇവൻ കേസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവനെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വകുപ്പ് എഴുതി ചേർക്കുന്നു പറഞ്ഞു. അതെന്ത് പരിപാടി? ഇയാളുടെ കുടുംബത്തിൽ നിന്നാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. വകുപ്പുകൾ IPC മൊത്തം എഴുതി വെച്ചിരിക്കുന്ന ഇയാളുടെ കുടുംബാവകാശം വല്ലതുമാണ്. ആളുകളുടെ പേരിൽ ഇതൊക്കെ എഴുതി തോന്നിയ പോലെ വകുപ്പുകളൊക്കെ എഴുതിയിടാൻ ഇദ്ദേഹമാരാണ്? തമ്പ്രാനോ, അതോ മാടമ്പിയോ, രാജാവോ ഒന്നും അല്ലല്ലോ. കാക്കിയിട്ട ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ആ കാക്കി സർക്കാർ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ നിയമവ്യവസ്ഥ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ പൊതുജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾക്കത് തന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കത് ഇഷ്ടം പോലെ ഈ വകുപ്പുകളൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല, പ്രതികാരം വീട്ടാനുള്ളതല്ല. ഒരുപാട് CCTV ദൃശ്യങ്ങൾ പുറത്തു വരും കേട്ടോ. ഇനിയിപ്പം പല ആളുകളും ഈ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു മാതൃകയാണ്. അപ്പൊ ഈ സ്ത്രീ അത് വിട്ടില്ല. ഭർത്താവ് ഒരു പരിധി വരെ അത് വിടാൻ തയ്യാറായിരുന്നു. ഭർത്താവായിട്ടുള്ള ബെഞ്ചോ ബേബി, അയാൾക്ക് അവിടെ ഒരു സ്ഥാപനമുണ്ട്, ടൂറിസ്റ്റ് ഹോമും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അത് ഈ വാർത്ത വന്ന ശേഷമാണ് ആ സ്ഥാപനം എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ നോർത്തിലാണല്ലോ പലപ്പോഴും ട്രെയിൻ ഇറങ്ങാറുള്ളത്. അങ്ങനെ ഈ സ്ഥാപനത്തിൽ ഒരു അടിപിടി നടക്കുന്നു. 2024 ജൂൺ മാസം 18-ാം തീയതി ഒരു അടിപിടി നടക്കുന്നു. ഈ അടിപിടി സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് വരുന്ന ഈ ഉദ്യോഗസ്ഥൻ ഈ ബെഞ്ചോ ബേബിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഭാര്യ ഇത് അറിയുന്നു. ഭാര്യ കൈക്കുഞ്ഞുമായിട്ട് ഓടി അവിടേക്ക് ചെല്ലുന്നു. സ്വാഭാവികമാണ്, ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ അറിയുമ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവം. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അറിയില്ല, അവർ തേടിയെത്തും. അപ്പൊ അവരവിടെ പോയി അവരുടെ വൈകാരികമായിട്ടുള്ള വിക്ഷോഭം അവിടെ കാണിക്കും. ഭർത്താവിനെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ള കാര്യം അവരന്വേഷിക്കും, സ്വാഭാവികമാണ്. അപ്പൊ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആദ്യം ഇയാളാണ് ആ സ്ത്രീയെ തള്ളുന്നത്. ഈ പ്രതാപചന്ദ്രനാണ് പിടിച്ചു തള്ളിയത് ആ സ്ത്രീയെ. അപ്പോഴാണ് അവർ തിരിച്ചു തള്ളുന്നത്. എങ്കിലും അങ്ങനെ ഒരു സ്ത്രീയെ തള്ളാൻ പാടുണ്ടോ? അതെ, ഇദ്ദേഹം തള്ളിയപ്പോൾ അവരും തിരിച്ചു തള്ളി. അതൊരു സ്ത്രീ എന്നുള്ള പരിഗണന. അല്ലെങ്കിൽ വനിതാ പോലീസ് ഉണ്ട്, അവരെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം. അവിടെ വനിതാ പോലീസിനെ കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ വനിതാ പോലീസ്. ഷൈമോള് പറയുന്നുണ്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥയും തന്നെ മർദ്ദിച്ചെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീയെ അടിച്ച ശേഷം അതിനോട് അന്നേരം ബഹളം വെച്ച ഈ ബെഞ്ചോയെ പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയി വീണ്ടും മർദ്ദിച്ചു. വീണ്ടും ഇദ്ദേഹം മർദ്ദിച്ചു. ഇദ്ദേഹത്തിന് ഒരു പേരുണ്ട്, മിന്നൽ എന്നാണ് വിളിക്കാറുള്ളത്. മിന്നൽ പ്രതാപൻ എന്നാണ് അറിയപ്പെടാറുള്ളത്. ആളുകളെയൊക്കെ പിടിച്ചിടിക്കുന്ന കാരണം മിന്നൽ എന്ന് പേരിട്ടിരിക്കുക. ആളുകളെ പിടിച്ചിടിക്കുക, കുത്തുക. അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ പരീക്ഷിക്കുക. അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ പാവപ്പെട്ട ആളുകളെ പിടിച്ച് അവരുടെ അദ്ദേഹത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അതൊരു കുത്തരിയല്ലെന്നേ, പകുതി ശമ്പളം കിട്ടും. പിന്നെ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാൽ അത്രയും കാലത്തെ ശമ്പളം പിന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിന് ഇതൊരു ഒരു ടൂർ പോകാനുള്ള ഡിസംബർ മാസമാണല്ലോ, ഭാര്യയും മക്കളുമായിട്ടൊക്കെ. ഞാൻ നോക്കി ഇദ്ദേഹത്തെ. അപ്പൊ ഇദ്ദേഹത്തെ നോക്കിയപ്പോൾ ഇദ്ദേഹം ട്രിവാൻഡ്രം സ്വദേശിയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഇത് വീഡിയോ പുറത്തു വരുന്ന ഇദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം പോയി തെറി വിളിക്കുക. സി എ ആണെന്ന് നാട്ടുകാർ നോക്കില്ല. ഈ ദൃശ്യം കാണുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ 2 തെറി വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ വ്യാജ ഐഡിയെങ്കിൽ നാട്ടുകാർ പോയി തെറി വിളിക്കും എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. 30 ദിവസം കഴിഞ്ഞാൽ ഈ ദൃശ്യം കിട്ടില്ല, അത് മായ്ച്ചു കളയോ സ്റ്റേഷനിൽ നിന്ന്? അല്ല, ബാക്കപ്പ് ഉണ്ട്.
ബാക്കപ്പ് ഉണ്ട്. വലിയ ബാക്കപ്പാണ് വെച്ചിരിക്കുന്നത് സ്റ്റേഷനിലൊക്കെ, വലിയ ബാക്കപ്പാണ്. പക്ഷെ ഇവർ ഹൈക്കോടതിയിൽ പോയത് ആ ദൃശ്യം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ പോയത്? അതെ അതെ അതെ, ആവശ്യമില്ലാത്ത ദൃശ്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും. കേസിൽ നടക്കുന്നതൊക്കെ ബാക്കപ്പിൽ വെക്കാൻ പറയും. കേസ് വരികയാണെങ്കിൽ അത് ബാക്കപ്പിൽ വെക്കാനുള്ള നിർദ്ദേശം കോടതി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവർ ബാക്കപ്പ് ഒക്കെ എടുത്ത് കളയാൻ ഇവരെ കൊണ്ട് സാധിക്കും. പക്ഷെ അത് നടന്നില്ല. 1 വർഷം മുമ്പുള്ളത് അവർ തപ്പിയെടുത്തു. അവർ കോടതി വരെ പോയി, ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇവർ ആദ്യം പോലീസിന്റെ കംപ്ലയിൻസ് അതോറിറ്റിയിൽ പോയി. അതിൽ നിന്ന് ഇവർക്ക് ഈ കാര്യം കിട്ടിയില്ല. ഇതിൽ ഒരു വിശദീകരണത്തിൽ അവസാനിച്ച കാര്യമാണ്. ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ഇവർ സ്റ്റേഷനിൽ വന്ന് കൈക്കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കവേ അത് തടുക്കാനാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വിശദീകരണം മേലുദ്യോഗസ്ഥന് കൊടുക്കുകയും ആ വിശദീകരണം തൃപ്തിപ്പെട്ടത് അവസാനിച്ച സംഭവമാണ്. പക്ഷെ അവരത് വിട്ടില്ല, അവർ ഹൈക്കോടതി പോയി. അവർക്ക് എളുപ്പമാണല്ലോ. കാക്കനാട് നിന്ന് ഹൈക്കോടതി വരെ അവന് എന്തോ സമയം. ഹൈക്കോടതിയിൽ വന്ന് ഒരു അഡ്വക്കേറ്റിനെ കണ്ട്, അഭിഭാഷകനെ കണ്ട് കൊടുക്കുകയാണെങ്കിൽ ഹൈക്കോടതി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഹൈക്കോടതിക്ക് ഇത് ഒളിച്ചു വെച്ചപ്പോഴേ മനസ്സിലായില്ല എന്തോ കാര്യമുണ്ട്. അതെ, അത് മാത്രമല്ല ഇത് ഈ വോയിസ് ഓഫ് എഴുപുന്ന എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു 2016. ആ ഗ്രൂപ്പിൽ സ്ത്രീകളും ഒക്കെ ഉണ്ട്. അവിടെ ഈ അശ്ലീല വീഡിയോ ഗ്രൂപ്പിലിട്ട രാത്രിയിൽ ഗ്രൂപ്പിലെടുത്തിട്ട് കൊടുത്തു. അത് വലിയ വിവാദമായതാ. ഇപ്പം ഈ പറയുന്ന പോലെ മോഹനചന്ദ്രൻ, ഇപ്പൊ അദ്ദേഹം അരൂരാണ് ഇരിക്കുന്നത്. അരൂർ എന്ന് പറയുന്ന അരൂർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് ആലപ്പുഴ പോലീസ് ജില്ല ആലപ്പുഴയിലാണ്. മോഹനചന്ദ്രനാണ് അവിടുത്തെ SP, നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറുപടി. ഇത് SP ആണെങ്കിലും താഴെ CA ഒക്കെ ചിലപ്പോൾ പേടിക്കേണ്ടി വരും. കാര്യം ഈ പോലീസ് അസോസിയേഷനകത്ത് വലിയ ബന്ധം കാണും. ചിലപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ബന്ധുവായിരിക്കും, ഏതെങ്കിലും ഒരു വലിയ നേതാവിന്റെ. അങ്ങനെ ബന്ധുക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ശരിക്കും ഒരുപാട് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ബന്ധുക്കാരാണ്. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ബന്ധുക്കാരായിട്ടുള്ള ബന്ധം ഉള്ള ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരായി ഇരിക്കുന്നുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറയും. അപ്പോഴത്തേക്ക് അവര് ആദ്യമേ എന്നാ നീ എന്താ ഈ പ്രതിയായിരിക്കും, അവൻ വലിയ കുഴപ്പം കാണിച്ചായിരിക്കും അവനെ പിടിച്ചോണ്ടിരുന്നത്. അപ്പൊ അവൻ പറയും നീ എന്താ പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു വിധത്വത്തിൽ കൈകാര്യം ചെയ്തെങ്കിൽ വീടും. ഈ ഭാവ സ്ത്രീയൊക്കെ കാണുന്നവർ പിടിച്ച് അടിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് ഈ പറയുന്ന ഒരു ഗർഭിണിയെ പിടിച്ച് അടിക്കാൻ? എന്തൊരു ശക്തമായിട്ടാണ് അടിക്കുന്നത്. ഇത് കണ്ടില്ലേ ആ വീഡിയോ? ഇത്ര ശക്തമായിട്ടാണ് ആ സ്ത്രീയെ ഇദ്ദേഹം മർദ്ദിച്ചത്. പിരിച്ചുവിട്ടേക്കണം. ഇങ്ങനെയുള്ള ആളുകളെ സർവീസിൽ ഇരുത്താൻ പാടില്ല. പിരിച്ച് ബൈ പറഞ്ഞേക്കണം. സർവീസിൽ ഈ പറയുന്ന പോലെ യാതൊരു കാരണവശാലും സർവീസിൽ തുടരാൻ യാതൊരു അർഹതയും ആ മനുഷ്യനില്ല. ഇത്തരം ആളുകളാണ് ലോക്കൽ മർദ്ദനം നടത്തുകയും ലോക്കപ്പിലെ കസ്റ്റഡി കൊലപാതകം നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് പറഞ്ഞു കൊടുക്കണം. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലൊക്കെ പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നരകിച്ചാണ് തീർന്നത്. ഒരു ഉദ്യോഗസ്ഥൻ നരകിച്ചാ തീർന്നത്. ഉരുട്ടി കൊന്നതിന്റെ അവസ്ഥയാണ്. ക്രൈം ഹിസ്റ്ററി കിടപ്പുണ്ടല്ലോ, പോയി പഠിച്ചോ. സാധാരണ മനുഷ്യനെ, ഏത് മനുഷ്യനെ എന്താ ആരോഗ്യാവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാണുമ്പോൾ വളരെ ആരോഗ്യവാനാണെന്ന് തോന്നും. പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിന്ന നിപ്പിനാണ് പലരും ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. നിങ്ങൾ കൈവെക്കുമ്പോഴായിരിക്കും അവർ മരണപ്പെടുന്നത്. തീരാൻ അത്രയേ ഉള്ളൂ. അന്ന് ഊരുന്ന കാക്കി പിന്നീട് ഇടേണ്ടി വരത്തില്ല. ഇതൊരു വാണിംഗ് ആണ്. സൂക്ഷിച്ചോ. കൈക്കരുത്ത് കാണിക്കാൻ, തനിക്ക് കൈക്കരുത്തുണ്ടെങ്കിൽ തന്റെ കൈക്കരുത്ത് താൻ ജിമ്മിൽ പൊക്കോ. അവിടെ ഇഷ്ടം പോലെ ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്. അതിലൊക്കെ പോയിട്ട് ഒരു തൂമ്പ എടുത്തിട്ട് തെങ്ങ് വയ്ക്കുക, ചേമ്പ് നടുക, വാഴ നടുക. അതെ, ആ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ആമയഞ്ചന്തോട് ക്ലീൻ ആക്കുക. വെറുതെ അത് നശിച്ച് കിടക്കുകയാണ്. അത് പോയി ക്ലീൻ ആക്കുക. അത്രയും കൈക്കരുത്തോ. അല്ലെ പാവങ്ങളുടെ മുകളിലാണോ അത് തീർക്കേണ്ടത്? അല്ല, നമ്മളൊരു സ്ത്രീകളെ മാനിക്കുകയും സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ സർക്കാരിന്റെ. സംരക്ഷണം ഒരുക്കിയില്ലെങ്കിലും വേണ്ട. എന്തിനാണ് ഈ പാവം ഒരു ഗർഭിണിയായ സ്ത്രീ അടിക്കുന്നത്? തന്റെ മുന്നിൽ വരുന്ന അങ്ങനെ ഒരാളോട് ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഈ എറണാകുളം ജില്ലയിലാണ് ഇത് കൂടുതൽ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ള കുറെ ഉദ്യോഗസ്ഥർ. ഈ ആലുവയിൽ ഒരു നിയമ വിദ്യാർത്ഥിനി, ഭർത്താവും ആ വിദ്യാർത്ഥിനിയും തമ്മിലുള്ള കേസിന്റെ പേരിൽ ആ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഭാര്യയെ അടിച്ചപ്പോഴാണ് ആ കുട്ടി പോയി തൂങ്ങി മരിച്ചത്. ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ ഉണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയില. പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതമുണ്ട്. അത് താങ്ങാതെ ഒരുപാട് പേര് പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പം അത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നുമില്ല. അതെ, ഇങ്ങനെയുള്ള കുറെ ക്രിമിനൽ സംഘങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ സംഘങ്ങൾ. ഇപ്പം നമുക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ നമുക്കിത് എങ്ങനെ എടുക്കണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല. നമ്മളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മർദ്ദനം ഏൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും CCTV ദൃശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അതിൻ്റെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും. സാധാരണക്കാരാണെങ്കിലും അവർ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, കംപ്ലയിൻസ് അതോറിറ്റി. നമുക്ക് സാധാരണക്കാർക്ക് അവിടെ പരാതിപ്പെടാൻ പറ്റും. വിടരുത്, പുറകെ പോകണം. RTA പ്രകാരം ഇത് ആവശ്യപ്പെടണം. RTA പ്രകാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ കോടതിയിലേക്ക് പോകണം. കോടതിയിൽ പോയിട്ട് ഒരു വക്കീലിനെ കണ്ടു കുറച്ച് പൈസ പോയാലും വേണ്ടിയില്ല, വിട്ടുകളയരുത്. നേരെ കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് എനിക്ക് ഇവരുടെ മർദ്ദനമേറ്റു, ഞാൻ ഈ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി, എനിക്ക് ദൃശ്യം കിട്ടുന്നില്ല, ഞാൻ കംപ്ലയിൻസ് അതോറിറ്റിയിൽ പരാതിപ്പെട്ടു, ഇതിനെല്ലാം കോപ്പി കൊണ്ടുപോകണം.
DGP ഇപ്പോൾ Kerala.in എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ഉണ്ട്. DGPക്ക് നേരെ അയക്കാൻ, ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കാൻ നമുക്ക് പരാതിയൊക്കെ. എല്ലാവരെയും അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതി വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കണം. എനിക്കിത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവിടും. 1-2 സിറ്റിങ്ങിനകം ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കും. ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വാദം കൂടി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ തരാൻ പറയും. പിന്നെ തന്നേ പറ്റൂ, പിന്നെ നടക്കില്ല. അതെ, തന്നില്ലെങ്കിൽ ഹൈക്കോടതി അവിടെ വരാൻ പറയും, നീ ഇങ്ങ് വരാൻ പറയും, അവിടെ പിടിച്ചു നിർത്തും. പിന്നെ എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത് കൂടി ചേർത്തുകൊണ്ട് ഇത് കടുപ്പിക്കും. തിരുവനന്തപുരത്ത് കിടക്കുന്ന എന്തിനാ പാറശാല കിടക്കുന്ന ഉദ്യോഗസ്ഥനെ ഇവിടെ എറണാകുളത്ത് വിളിച്ചു വരുത്താറുണ്ട് ഹൈക്കോടതി ഇടയ്ക്ക്. വാടാ ഇവിടെ എന്ന് പറയും. വാടാ ഇവിടെ എന്നല്ല പറയുന്നത്, നേരിട്ട് ഹാജരാകാൻ പറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പക്കാരെയൊക്കെ ആ രീതിയിൽ വിട്ടുകളയാൻ പാടില്ല. ഈ സ്ത്രീ ഒരു മാതൃകയാണ്. അതെ, അവരത് വിട്ടുകളയാൻ, ഒരു പോരാട്ട വീര്യമുള്ള ഒരു സ്ത്രീയാണ്. അതെ അതെ, പോരാട്ട വീര്യം അവർക്കുണ്ട്. അവർക്ക് കിട്ടിയ അടിയുടെ വേദന അവരാണ് സഹിച്ചത്. അവർ മാത്രമല്ല അവരുടെ വയറ്റിൽ കിടന്ന കുഞ്ഞും കൂടിയാണ് സഹിച്ചത്. അത് അവർ വിട്ടുകളയാൻ തയ്യാറായി. അതെ, ഇതൊക്കെ എവിടെ കൊണ്ട് ഈ ശാപമൊക്കെ തീർക്കുമെന്ന്. ശരി ശരി.